രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള ആദ്യ പ്രതികരണം ഷാഫി പറമ്പിലിന്റെ മാധ്യമങ്ങളോടുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് ഇതിനോടകം തന്നെ നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു, അതായത് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണോ സ്വമേധയാണോ എന്നൊക്കെയുള്ളതിന് നടപടി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നല്ലോ എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള ആരോപണങ്ങൾ അത് കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ്, പ്രവർത്തകരെ നിശബ്ദരാക്കാനുള്ളതാണ്. അതിൽ ആ വലയിൽ വീടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ ധാർമ്മികത പഠിപ്പിക്കാനുള്ള അവകാശമില്ല എന്നുകൂടി പറയുകയാണ്. ഷാഫി പറമ്പിൽ വന്ന ഉടൻ തന്നെ രാജിപ്രഖ്യാപനം, ആരോപണം വന്ന ഉടൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിപ്രഖ്യാപനം നടത്തിയത്. അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലും. ബി ദിലീപ് കുമാർ വിവരങ്ങളുമായുണ്ട്. ദിലീപ് കുമാർ, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാതെ തന്നെയാണ് ഇവിടെയും ഷാഫി പറമ്പിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ഇതുവരെ പാർട്ടി നേതൃത്വത്തിൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നോ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റു നേതാക്കളെയൊക്കെ ചൂണ്ടിക്കാട്ടി, അത് പേരെടുത്ത് പറയാതെ ഒക്കെയാണ്. കുറ്റപത്രം സമർപ്പിച്ച ഒരാൾ MLA ആയി തുടർന്ന് മുകേഷിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ മറ്റു ചില നേതാക്കളുടെ കാര്യങ്ങൾ കൂടി പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ ആരോപണങ്ങൾ തെറ്റാണോ എന്നുള്ള ചോദ്യത്തിന് അതിനൊന്നും മറുപടിയില്ല. ഹണി ഭാസ്കരൻ പറഞ്ഞിട്ടുള്ളതിനും മറുപടിയില്ല. അതിന് അദ്ദേഹം ഒരു വാക്കിൽ പറയുന്നുണ്ട്, എനിക്ക് പരാതി തന്നിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം മടങ്ങുകയും ചെയ്തിരിക്കുന്നു. അനുജ, ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾക്ക് കാത്തിരിക്കുകയായിരുന്നു കേരളം. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ എന്തായിരിക്കും പ്രതികരിക്കുക എന്നത്. ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞതുപോലെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിലായിരുന്നു ഷാഫി പറമ്പിൽ. അവിടെ നിന്ന് ബംഗളൂരു വഴി കണ്ണൂരിൽ ഇറങ്ങിയതിനു ശേഷമാണ് രാവിലെ വടകരയിലേക്ക് തിരിച്ചത്. അവിടെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായി തള്ളിപ്പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. അതേസമയം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് അത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് എന്ന കാര്യം കൂടി പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത് പോലെ തന്നെ ഇക്കാര്യത്തിൽ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെട്ടിട്ടില്ല, പോലീസിൽ കേസുകളില്ല, കോടതിക്ക് മുന്നിൽ കേസുകളില്ല. അത്തരം കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ ആമുഖമായി തന്നെ പറഞ്ഞത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെച്ചു. മറ്റു പാർട്ടികളുടെ വിമർശനം ഉന്നയിക്കുന്ന പാർട്ടികളുടെ സ്ഥിതി എന്താണ് എന്ന കാര്യം നേരത്തെ അനുജ പറഞ്ഞതുപോലെ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മുകേഷ് MLA-യുടെയും BJP നേതാവ് BS യെദ്യൂരപ്പയുടെയും ഒക്കെ കാര്യങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് അവരുടെ പേര് പറയാതെ ഷാഫി പറമ്പിൽ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അങ്ങനെ മറ്റു പാർട്ടികൾ ചെയ്യാത്ത കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. മറ്റു പാർട്ടികളുടെ നേതാക്കളോട് അത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ നിലയിലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല എന്ന പരാതിയും ഷാഫി പറമ്പിൽ ഈ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞു. ഹണി ഭാസ്കരൻ, പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ നേരത്തെ പറഞ്ഞിരുന്നത് ഷാഫി പറമ്പിലിനെ ഇതേക്കുറിച്ചൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടികളെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ്. അക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതിയും തൻ്റെ മുന്നിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഷാഫി പറമ്പിലും സ്വീകരിച്ചിരിക്കുകയാണ്. മറ്റു പാർട്ടികളുടെ ഒന്നും നേതാക്കൾ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാജിവെച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തരം കാര്യങ്ങളുമായി സമീകരിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ട എന്ന നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. MLA സ്ഥാനം എന്നിട്ടും ചോദിക്കുക, ഗോവിന്ദ ഭാഷ കുറിച്ചാ പറയുന്നത്. ഒരു ഉളുപ്പുമില്ല, നാണമില്ലാതെയായി ഈ കോൺഗ്രസ് മാറിയില്ലേ? തെരുവിലാണ് പ്രതിഷേധം. ഇവിടെ യുവതികളും അമ്മമാരും പ്രതിഷേധിക്കുകയാണ്, വടകര പ്രതിഷേധിക്കുകയാണ്. ഈ ഇത് ജനപ്രതിനിധികളുടെ നിലക്ക് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ച് അവരുടെ സംഘടനാ കാര്യമാണ്. MLA എന്ന് പറഞ്ഞാൽ ജനകീയമായി ജനങ്ങളെല്ലാം തെരഞ്ഞെടുത്ത ആളാണ്. അതുകൊണ്ട് ആദ്യം രാജിവെക്കേണ്ടത് MLA സ്ഥാനമാണ്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾക്കും തെരുവിലിറങ്ങാൻ പറ്റില്ല. ജനങ്ങളെല്ലാം പുറത്തിറങ്ങും.
വടകരയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. ഷാഫി പറമ്പലിനെതിരെയും അവർ പ്രതിഷേധിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ്. നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞതിനുള്ള മറുപടി കൂടി ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നുണ്ട്. നേരത്തെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളാതെയുള്ളൊരു പ്രതികരണമാണ് നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിനോടകം തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞതാണ്. ഇനിയും ഈ വിഷയത്തിൽ ധാർമ്മികത പഠിപ്പിക്കാൻ വരുന്നവർക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന മറു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഗോകുലാണ് ഈ വാർത്താ സമ്മേളനത്തിൽ 24-നെ പ്രതിനിധീകരിച്ചത്. ഗോകുൽ ഇപ്പോൾ ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, നേരത്തെ നമ്മൾ ഷാഫി പറമ്പിലിന്റെ ആദ്യ പ്രതികരണം ഈ വിഷയത്തിലുള്ളത് കേൾക്കുമ്പോൾ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളിലൊന്നും ഒരു മറുപടി പോലും പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തെ തള്ളുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിനോടകം തന്നെ രാജിവെച്ച് ഒഴിഞ്ഞ ഒരാളെ വീണ്ടും വേട്ടയാടുമ്പോൾ അത് പാർട്ടിക്കെതിരായ ആക്രമണം എന്ന തരത്തിലേക്കാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുന്നത്. മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് അതിനെന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവരങ്ങൾ. ഗോകുൽ, കേൾക്കാമോ? അനുജ, അതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും തള്ളാതെ അയാളെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്ന സമയത്ത് ധാർമ്മികമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെടുകയോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയോ ചെയ്തു. നമ്മളത് ചോദിച്ചു. KC വേണുഗോപാൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എന്നാണ്. എന്നാൽ ഷാഫി പറമ്പിലിന്റെ ഇപ്പോഴത്തെ ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞത് അയാൾ സ്വമേധയാ രാജിവെച്ചു എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലേ എന്ന ചോദ്യത്തിന് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷ MP-മാർക്കും MLA-മാർക്കും BJP നേതാക്കൾക്കുമെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്ന സമയത്ത് അവർ രാജിവെച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വരുന്ന സമയത്ത് മാത്രം എന്തിനാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ മുറവിളി കൂട്ടുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് അല്ലെങ്കിൽ ഒരു വ്യഗ്രതയായിരുന്നു ഷാഫി പറമ്പിൽ MPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൃത്യമായി അദ്ദേഹം ഒരുപാട് സമയമെടുത്ത് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് മുഴുവൻ നമ്മൾ കേട്ടു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അതിന് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഹണി ഭാസ്കർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ഇത്തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഷാഫി പറമ്പിലിന് തന്നെ നേരത്തെ ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് കഥാകൃത്തായിട്ടുള്ള ഹണി ഭാസ്കർ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഷാഫി പറമ്പിലിനോട് ചോദിച്ച സമയത്ത് അത്തരത്തിൽ തനിക്കൊരു പരാതിയും കിട്ടിയിരുന്നില്ല എന്നാണ് ഷാഫി പറമ്പിൽ MP പറയുന്നത്. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MP ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെ CIT-യുടെയും ഒക്കെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താൻ ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് ഒളിച്ചോടി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു താൻ പോയത്. അതൊരിക്കലും ഒളിച്ചോട്ടമായിരുന്നില്ല. ഇപ്പോൾ തനിക്കെതിരെ പ്രതിഷേധം ഉയർന്ന സമയത്തായാലും താൻ എങ്ങോട്ടും ഒളിച്ചോടിയില്ല. അതിനെയൊക്കെ നേരിടുകയാണ് ചെയ്തത് എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ കേരളം ചോദിക്കാൻ ബാക്കി വെച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ നിന്ന് മറുപടി ലഭിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനൊന്നും മറുപടി പറയാൻ ഷാഫി പറമ്പിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് മറ്റ് ഇടതുപക്ഷ MP-മാരും അല്ലെങ്കിൽ MLA-മാരും BJP MP-മാരും ഗുസ്തി ഫെഡറേഷന്റെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള ആളുകളുടെ പേര് കോട്ട് ചെയ്യാതെ അവരെ പറഞ്ഞുകൊണ്ട് ഒരു മധുര സൃഷ്ടിക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരൊന്നും രാജിവെച്ചില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിനാണ് ഇത്തരത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള മുറവിളി കൂട്ടുന്നത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്തു ധാർമ്മികമായ അവകാശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ ഇടതുപക്ഷത്തിനും BJP-ക്കും ഉള്ളത് എന്നൊരു ചോദ്യവും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.